ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എങ്ങനെയാന്ന് നോക്കാം. അതിന് 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കുക. ശർക്കര ഉരുക്കി വെക്കുക. ഒരു 1/4 കിലോ ശർക്കര 2 കപ്പ്. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരിയിടുക, 3 പഴം ചേർക്കുക, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഇടുക, ശർക്കരപ്പാനി ചേർത്ത് അരച്ച് നല്ല സോഫ്റ്റായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക. തരിതരി ഒന്നും ഇല്ലാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തു വയ്ക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ പൊടിയായാൽ നല്ലത്. ഇനി നെയ്യിലോട്ട് നാളികേരക്കൊത്ത് വറുത്തെടുക്കുക. നാളികേരമൊക്കെ നന്നായി വറുത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂണോളം എള്ള് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് അങ്ങനെ തന്നെ നമ്മൾ അരച്ച് വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഒരു പിഞ്ചുപ്പ്, ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് നമുക്കിത് 12 മണിക്കൂർ ഞാനൊരു രാത്രി ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിറ്റേ ദിവസം കാലത്ത് 10 മണിക്ക് എടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി ലൂസായി വരും, കണ്ടില്ലേ? ഇനി നമുക്ക് അപ്പച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും കുഴിയപ്പച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിൽ ഒരു ഗ്ലാസ്സിലോട്ട് മാവ് കോരി വയ്ക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നോക്കുമ്പോൾ നമുക്ക് തന്നെ പൊന്തി വരും കേട്ടോ. കണ്ട, നമുക്ക് കുത്തി മറിച്ചൊന്നും ഇടണ്ട, നമുക്ക് തന്നെ ഇങ്ങനെ പൊന്തി വരും. അത് നമ്മൾ ചുമ്മാ ഇതുപോലെ ഒരു ചെറിയൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിടാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ ടീസ്പൂൺ ഇല്ല എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പപ്പടം കുത്തുന്ന കോലൊക്കെ ഇല്ലേ, ആ കോലോണ്ട് തിരിച്ചിട്ടാലും മതി. ഈ കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഓരോ മാവും ചുട്ട് എടുക്കണം. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഓതൻറ്റിക് രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി. മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കാത്ത നമുക്ക് സിമ്പിളായിട്ട് അരി കുതിർക്കാനിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ ബൈ ഫ്രണ്ട്സ്.